ഒരു മുറിയുടെ നീളവും വീതിയും യഥാക്രമം 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ 8 മീറ്റർ 25 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ തറയിൽ സമചതുരാകൃതിയിലുള്ള ടൈലുകൾ പാകണം. ടൈലിൻ്റെ സാധ്യമായ ഏറ്റവും വലിയ വലുപ്പം എത്ര? നമുക്ക് ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. ഇതാണ് ചതുരാകൃതിയിലുള്ള തറ. ഇതാണ് ചതുരാകൃതിയിലുള്ള തറ. ഇത് നീളം ലെങ്ത്ത്, ഇത് വീതി ബ്രെഡ്ത്ത്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതിയും രണ്ട് എതിർവശങ്ങൾ മാത്രം തുല്യം. ഇതിൽ നമുക്ക് സമചതുരാകൃതിയിലുള്ള ടൈലുകളാണ്. ടൈലുകൾ സമചതുരാകൃതി, തറ ചതുരാകൃതിയാണ്, ടൈലുകളോ സമചതുരാകൃതിയാണ്. ഇതാണ് ഓരോ ടൈലുകൾ. സമചതുരാകൃതി അതായത് ടൈലുകളുടെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കണം. എല്ലാ വശങ്ങളും തുല്യമാണതാണ് സമചതുരാകൃതി. നമുക്ക് കാണേണ്ടത് ഈ ടൈലിൻ്റെ ഏറ്റവും വലിയ വലുപ്പം എത്രയായിരിക്കണം? സമചതുരാകൃതിയിലുള്ള ടൈലിൻ്റെ ഏറ്റവും വലിയ വലുപ്പം. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും HCF കാണുക. നീളത്തിൻ്റെ വീതിയും നമുക്ക് തന്നിട്ടുണ്ടല്ലോ, തറയുടെ നീളവും വീതിയും, അതിൻ്റെ HCF കാണുക. അപ്പോൾ ഈ 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10.25 മീറ്ററാണ്. 10 മീറ്റർ 75 സെൻറ്റിമീറ്റർ. ഇതിനെയും കൂടി നമ്മൾ മീറ്റർ ആക്കുമ്പോൾ ഇത് 3/4 മീറ്ററാണ്. അപ്പോൾ 10.25 മീറ്റർ. ഇതോ 8.25 മീറ്റർ. 8.25 മീറ്റർ 8.25 മീറ്റർ. നമ്മൾ ഇതിൻ്റെ HCF കാണണം. ദശാംശ സംഖ്യകളുടെ HCF കാണുമ്പോൾ ആദ്യം ദശാംശം ഇല്ലാണ്ട് കണ്ടുപിടിക്കണം. ദശാംശം കളയുക. ഇതിൽ 2 സ്ഥാനം, ഇതിൽ 2 സ്ഥാനം. ഇപ്പോൾ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം തുല്യമാണ്. അപ്പോൾ ദശാംശം കളഞ്ഞു. അതായത് ദശാംശം വലത്തോട്ട് നീക്കിയിരിക്കുക. 2 സ്ഥാനം വലത്തോട്ട് നീക്കി എന്ത് വന്നു? 1075. 2 സ്ഥാനം വലത്തോട്ട് നീക്കി എന്ത് വരുന്നു? 825. നമുക്ക് HCF കാണുക. 2 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 25 കൊണ്ട് ഹരിക്കാം. 107 4 25 100. ശിഷ്ടം 7 75 3 25 75. 82 25 3 25 75. ശിഷ്ടം 7 75 3 25 75. 2 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. 2 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പോൾ ഉത്തരം 25 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ദശാംശം നമ്മുടെ HCF കാണാൻ വേണ്ടി ദശാംശം കളഞ്ഞിട്ടുണ്ട്. അത് 2 സ്ഥാനം വലത്തോട്ട് നീക്കിയിട്ടുണ്ട്. അതിനെ വിപരീത ക്രിയ ചെയ്യുക. ഇവിടെ 2 സ്ഥാനം വലത്തോട്ട് നീക്കി, 2 സ്ഥാനം ഇടത്തോട്ട് നീക്കുക. 0.25 നമുക്കിതിനെ മീറ്റർ ആയിട്ടല്ല എടുത്തിരുന്നത്. മീറ്റർ സെൻറ്റിമീറ്റർ ആയിരുന്നു, മീറ്റർ ആക്കിയിരുന്നു. അപ്പോൾ ഈ ഉത്തരം മീറ്ററാണ്. 0.25 മീറ്റർ. 0.25 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് സെൻറ്റിമീറ്റർ ആയിട്ട് കാണാം. 0.25 മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാൻ എന്താ ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുക. മീറ്ററിന് സെൻറ്റിമീറ്റർ ആക്കാൻ 100 കൊണ്ട് ഗുണിക്കുക. 0.25 × 100. ഉത്തരം 2 സ്ഥാനം 100ൽ 2 0 2 സ്ഥാനം വലത്തോട്ട് നീക്കുമ്പോൾ ഉത്തരം 25 സെൻറ്റിമീറ്റർ.